ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈ ടീമിലെ മികച്ചൊരു താരമാണ് സൂര്യകുമാർ. സൂര്യ ഇല്ലാത്ത ഒരു IPLനെ പറ്റി മുംബൈ ആരാധകർക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഈ പോയിത സൂര്യയ്ക്ക് പണി കിട്ടിയിരിക്കുകയാണ്. സൂര്യയ്ക്ക് പരിക്ക് പറ്റി ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായതാണ്. ഇതുവരെ സൂര്യയുടെ പരിക്ക് മാറിയിട്ടില്ല. എങ്കിലും IPL കളിക്കാൻ സാധിക്കുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത മുംബൈ ആരാധകർക്ക് നിരാശയാണ്. സൂര്യകുമാർ ഇതുവരെ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ല. IPLന്റെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ താരത്തിന് നഷ്ടപ്പെടുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. രാജസ്ഥാൻ ടീമിലെ മികച്ചൊരു ബൗളറായിരുന്നു പ്രസിദ്ധ് കൃഷ്ണ. ഇപ്പോൾ ഇതാ പ്രസിദ്ധ് റൂൾ ഔട്ട് ആയിരിക്കുകയാണ്. താരത്തിന് ഇനി IPL കളിക്കാൻ സാധിക്കില്ല. ഈ അവസാന നിമിഷം പ്രസിദ്ധ് റൂൾ ഔട്ട് ആയത് രാജസ്ഥാന് തിരിച്ചടിയായിരിക്കുകയാണ്. പ്രസിദ്ധിന് പകരം ഒരു റീപ്ലേസ്മെന്റ് ഇപ്പോൾ രാജസ്ഥാൻ നോക്കുന്നുണ്ട്. പ്രസിദ്ധിന് പകരം കമലേഷ് നാഗർകോട്ടി എടുക്കാനാണ് ഇപ്പോൾ രാജസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത്. കമലേഷ് നാഗർകോട്ടി മികച്ചൊരു ബൗളറാണ്. പ്രസിദ്ധ് പുറത്തായത് രാജസ്ഥാന് പണിയാകുമെന്നത് ഉറപ്പാണ്. അടുത്തൊരു അപ്ഡേറ്റ് CSK ടീമുമായി ബന്ധപ്പെട്ടതാണ്. ഈ വർഷവും ധോണി തന്നെയായിരിക്കും CSK ടീമിൻ്റെ ക്യാപ്റ്റൻ. ധോണി ഇപ്രാവശ്യത്തോടു കൂടി വിരമിക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. CSK ടീമിന് പുതിയൊരു ക്യാപ്റ്റനെ ആവശ്യമാണ്. രോഹിത്തും മുംബൈ ടീമും തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രോഹിത്ത് അടുത്ത വർഷം CSK ടീമിലേക്ക് ചേക്കേറുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അടുത്ത വർഷം മെഗാ ഓപ്ഷനാണ്. ഒരു ടീമിൽ 3 താരങ്ങളെ മാത്രമേ നിലനിർത്താൻ സാധിക്കൂ. പാണ്ഡ്യ മുംബൈയുടെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് പാണ്ഡ്യ, ബുംറ, സൂര്യകുമാർ ഇവരെ എന്തായാലും നിർത്തുമെന്നത് ഉറപ്പാണ്. രോഹിത്തിനെ മുംബൈ നിർത്തിയാലും ഇല്ലെങ്കിലും രോഹിത് ശർമ്മ ടീം വിടുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. CSKയുമായിട്ട് രോഹിത് ശർമ്മ ഡീലിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്രാവശ്യം മാത്രമേ നമുക്ക് രോഹിത് ശർമ്മയെ മുംബൈ ടീമിൽ കാണാൻ സാധിക്കൂ. ഇപ്പോൾ ഇതാ CSK താരം അംബാറ്റി റായിഡുവാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇപ്രാവശ്യം ധോണിയുടേത് അവസാന IPL ആകുമെന്നും അടുത്ത IPL 2025 രോഹിത് ശർമ്മ CSK ടീമിനെ നയിക്കുമെന്നാണ് അംബാറ്റി റായിഡു പറഞ്ഞിരിക്കുന്നത്. രോഹിത്തിന്റെ ഭാര്യ CSK ടീമിൽ കമന്റ് ഇട്ടതുമെല്ലാം ഇതിനെ വഴിതിരിവാവുന്നുണ്ട്. അപ്പോൾ ഈ IPLൽ ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.